ഇത് ഇത്തരം വിഷയങ്ങൾ നമ്മൾ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സഭയ്ക്ക് സംശയമുണ്ട്. ജോർജ് ഉന്നയിച്ച വിഷയങ്ങൾ അല്ലെങ്കിൽ കത്തോലിക്ക സഭ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം, അങ്ങനെ തെളിയട്ടെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തെളിയട്ടെ. അത്തരം ഒരു നിലപാട് ലീഗിനുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനമല്ല അഭിപ്രായം നോക്കേണ്ട കാര്യമില്ലല്ലോ. സത്യസന്ധമായി അന്വേഷണം നടന്നോട്ടെ. ഈ ജോർജ് വിളിച്ചു പറയുന്ന ഇത്തരം അബദ്ധജടിലമായ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ കത്തോലിക്ക സഭയുടെ പ്രതിനിധിയല്ല, അദ്ദേഹം ജോർജ് രണ്ടാമനായിട്ട് ഈ കെന്നഡിയെ കൂട്ടാൻ പറ്റുള്ളൂ. കത്തോലിക്ക സഭയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാന്യന്മാരായിട്ടുള്ള ആളുകളും നല്ല വിശ്വാസികളുമൊക്കെയാണ്. ഇവിടെ ജോർജ് പറഞ്ഞിട്ടുള്ളത് ഈ മീനച്ചിൽ താലൂക്കിൽ ആകെ 4 ലക്ഷം ആളുകളും 1 ലക്ഷം വീടും ഒക്കെയാണ് ഉള്ളത്. കൃത്യമായി കണക്കെടുത്താൽ കിട്ടുമല്ലോ. 400 ആളുകൾ അങ്ങനെയുണ്ടോ? 400 വേണ്ട, ഒരു കേസെങ്കിലും അങ്ങനെ ഇവർക്ക് തെളിയിക്കാൻ കഴിയുമോ? ഒരു സിംഗിൾ കേസ്? അങ്ങനെ വെറും വസ്തുതാവിരുദ്ധമായി എത്രയോ അന്വേഷണ, നിങ്ങൾ രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു, NIA അന്വേഷിച്ചു, പല കോടതികൾ പലതരത്തിലുള്ള കേസുകൾ വന്നു. ഒരു കേസ് പോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കേസ് പോലും അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ഞാനും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ മെനക്കെടുമ്പോൾ അതിന് നിയന്ത്രിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും പോലീസും ഒക്കെയാണ്. ഞങ്ങൾ ഇതിനെ കാണുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തി, സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളുകളെ നിയമപരമായ രീതിയിൽ മാതൃകാപരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ വെറുതെ ഈ കെന്നഡിയെ പോലെയുള്ള ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരു സിംഗിൾ കേസ് പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്ക്, ഈ PC ജോർജിന്റെ വീട്ടിൽ തന്നെ മതപരിവർത്തനം നടത്തിയിട്ടില്ലേ? എന്നാൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? ഒരു ജഗതിയുടെ മകള് അദ്ദേഹത്തിന്റെ മരുമകളായി വരുന്നു, എന്നാൽ ആ മതത്തിൽ നിന്ന് മുന്നോട്ട് പോകട്ടെ, ജീവിക്കട്ടെ എന്ന് കരുതണ്ടേ? അവർ മാമോദിസ മുക്കി അൽഫോൻസ എന്ന് പേര് നൽകി മതം മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും പരാതി പറഞ്ഞു? ഏതെങ്കിലും മതക്കാർ പരാതി പറഞ്ഞോ? ആരെങ്കിലും നമ്മൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ പ്രേമമുണ്ടായി അവർ നമ്മൾ കല്യാണം കഴിച്ച് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതൊക്കെ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് അതുവഴി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. അല്ലെങ്കിൽ വല്ല കുതിരവട്ടത്തോ തലക്ക് സുഖമില്ലാത്ത ആളുകളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിക്കണം. രണ്ടാലൊന്നാണ് ചെയ്യേണ്ടത്. ഇപ്പൊ എനിക്ക് സംശയം, ഇന്ന് PC ജോർജിന്റെ പുത്രൻ പത്രക്കാരോട് പറഞ്ഞ ചില സംഗതികളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അദ്ദേഹം ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കാനാണ് ഇത്തവണ പോയിട്ടുള്ളത്. ആ ലഹരി വിരുദ്ധ പരിപാടിയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഈ ഷോൺ ജോർജോ മറ്റോ എടുത്തു കൊടുത്തു എന്ന് സംശയിക്കുകയാണ്. കാരണം ആ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അവിടുത്തെ വിഷയവുമായി ബന്ധമില്ലാത്ത സംഗതികൾ, മുമ്പ് ചാനൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധമില്ലാത്ത സംഗതികൾ വിളിച്ചു പറയാണ്. അപ്പൊ അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അദ്ദേഹത്തെ ഒന്നുകിൽ നിയമപരമായി രാജ്യത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക, അല്ലെങ്കിൽ വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലോ മറ്റോ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് നമുക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് എന്ത് പറയാനാ കാര്യത്തിൽ?